ചെറുപ്പത്തിൽ 10 മണി കഴിയാതെ ബെഡിൽ നിന്ന് എണീറ്റിരുന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ വളർന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉത്തമ കുടുംബിനി എന്ന നിലയ്ക്ക് രാവിലെ എണീറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് ഫ്ലോപ്പായിരിക്കും. ശരിയല്ലേ ഗെയ്സ്? അപ്പോൾ ഇതാ നമ്മുടെ പതിവ് പോലെ തന്നെ ചായ ഉണ്ടാക്കിയിട്ട് ഇതാ ഞാൻ അവിടെ കൂട്ടി വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് ഈസ്റ്റ് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് പൂരിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. എനിക്ക് പൂരി ഭയങ്കര സിമ്പിളാണ് കേട്ടോ തോന്നാറ്. ഞാൻ പ്രസ്സിൽ അമർത്തിയിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ അതുപോലെ അപ്പോൾ കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്ത് 2 വിസിലടിച്ചാൽ നമ്മുടെ കറി പിന്നെ റെഡിയാവും. പിന്നെ അതിൽ കുറച്ച് കടുകൊക്കെ ഇട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ അടുപ്പിൽ വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കുറച്ച് പൂരിക്കുള്ള പൊടി എടുക്കാനുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ട് ഇട്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് മതിയിട്ടാണ്, കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ഞാനും കുട്ടികളും അല്ലേ ഉള്ളൂ, അവർ അതിനുള്ള അനുസരിച്ചിട്ടല്ലേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാനിതാ കുറച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ പ്രസ്സിൽ അമർത്തുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രസ്സിൽ അമർത്തി കൊടുത്താൽ എനിക്ക് സിമ്പിളാണ് കേട്ടോ. കുറച്ച് എണ്ണ തടവിയിട്ട് ഇതാക്കി കൊടുത്ത് അങ്ങനെ ചെറിയതായിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ അതൊക്കെ റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പൊന്നുതാ യൂണിഫോമൊക്കെ മാറ്റുന്ന തിരക്കിലാണ്. അപ്പോഴേക്കും എനിക്ക് വിഷമമായപ്പോൾ ഞാനും വാവിയും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അതിനിടയിൽ ഇതാ മോനൊന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടോ. ഓൻ എണീറ്റിട്ട് ഒന്ന് കൊഞ്ചിച്ച് ലാളിക്കൊക്കെയാണ് കേട്ടോ. എന്നാൽ പിന്നെ അന്നത്തെ ദിവസം വല്ലാതെ കുഴപ്പമുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അവനെ മെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ മോൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാതെ കുറച്ച് സോയാബീൻ കൂടി കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് മസാലയൊക്കെ ആക്കിയിട്ട്. അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും റെഡിയായി. സ്നാക്സ് ബോക്സിൽ അവൾക്ക് ഞാൻ പൂരി തന്നെ കേട്ടോ ഇന്ന് ആക്കുന്നത്. ചില ദിവസങ്ങൾ ബേക്കറി ഐറ്റംസ് ആക്കി കൊടുക്കാറുള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ തന്നെ. പിന്നെ റൂമിൽ വന്നപ്പോൾ എന്താ മേക്കപ്പ് ഇടാൻ കേട്ടോ. ഇന്ന് വാവക്ക് പിന്നെ കളർ ഡ്രസ്സ് ആയതുകൊണ്ട് അവൾ ഒരുക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിലും അവൾ തന്നെ ഒരുക്കുക. എന്നാലും അവൾ ഒരുക്കിയാൽ കുറേ ലിപ്സ്റ്റിക്കും ഇതൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിൽ ലിപ്സ്റ്റിക്കോ അല്ല ഐഷാഡോ ഇട്ട് കൊടുത്താൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇപ്പോൾ പിന്നെ ടീച്ചേഴ്സ് തന്നെ മേക്കപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ കുഴപ്പങ്ങളില്ലല്ലോ. അതിനുശേഷം ഞങ്ങൾ ചായ കുടിച്ച് ഗ്ലാസും പാത്രങ്ങളൊക്കെ കുറേ കിടക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.